بسم الله الرحمن الرحيم كذلك ما أتى الذين من قبلهم من رسول إلا قالوا ساحر أو مجنون أتواصوا به بل هم قوم طاغون فتول عنهم فما أنت بملوم وذكر فإن الذكرى تنفع المؤمنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1834 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ അധ്യായമായ സൂറത്ത് സാരിയാത്തിലെ 52 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذلك ما أتى الذين من قبلهم من رسول إلا قالوا ساحر أو مجنون أتواصوا به بل هم قوم طاغون فتول عنهم فما أنت بملوم وذكر فإن الذكرى تنفع المؤمنين. صدق الله العلي العظيم. സൂറത്ത് ദാരിയാത്തിലെ 82-85 ആയത്തുകൾ, 82 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കം മുതലുള്ള ചരിത്ര പരാമർശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മക്കയിലെ ആളുകൾക്ക് അവരുടെ നിലപാടുകൾ പുനഃപരിശോധിക്കാനുള്ള ഒരവസരം സൃഷ്ടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് അള്ളാഹു ചില പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള സാക്ഷ്യമായിട്ട്, അതിനുള്ള പ്രാപഞ്ചികമായ പിൻബലമായിട്ട് ചില പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ വീണ്ടും തട്ടി ഉണർത്തുന്നത് നമ്മൾ കാണുകയുണ്ടായി. ആകാശത്തെ നാം നമ്മുടെ കരുത്തുകൊണ്ട്, നമ്മുടെ സൃഷ്ടി വൈഭവം കൊണ്ട് സൃഷ്ടിക്കുകയുണ്ടായി. അതിനെ പൂർണ്ണമായും നിയന്ത്രിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതും നാമാണ് എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ടായി. അതുപോലെ തന്നെ ഭൂമിയെ നാം വിരിച്ചു വെച്ചിരിക്കുന്നു. എത്ര ഗംഭീരമായി അതൊക്കെയും സംവിധാനിച്ചു വെക്കുന്നവനാണ് നാം എന്നും അള്ളാഹു തന്റെ തന്നെ പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നത് നമ്മൾ കാണുകയുണ്ടായി. എല്ലാറ്റിനെയും നാം സൃഷ്ടിച്ച എല്ലാറ്റിനെയും ഇണകൾ എന്ന വിധത്തിൽ സൃഷ്ടിച്ചു എന്ന ഒരു കാര്യം, അത് നിങ്ങൾ ആലോചനയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയുണ്ടായി. അള്ളാഹുവും മാത്രമാണ് ഏകത്വം എന്ന അസ്തിത്വപരമായ ഒരു പ്രത്യേകതയുള്ളത്. ബാക്കിയെല്ലാം തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളായ എല്ലാം തന്നെ, അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സംഗതികളൊക്കെയും ഉൾപ്പെടെ, അതിനൊക്കെയും പേർ എന്ന ഇണയും തുണയുമായുള്ള ഒരു ജോഡി എന്ന വിധത്തിലുള്ള ഒരു പ്രകൃതമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്.
അത് ജീവിതം എന്ന പ്രതിഭാസത്തിന് പോലും ഈ പെയറിംഗ് എന്ന സംവിധാനമുണ്ട് എന്നാണ് ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജീവിതം എന്നത് അൽ ഹയാത്തു ദുനിയ എന്നതിന്റെ ഒരു പാതി അല്ലെങ്കിൽ അതിന്റെ ഒരു മറുവശമായിട്ട് അൽ ഹയാത്തു ഫിൽ ആഖിറ വരാനിരിക്കുന്നു എന്നതാണ്. ഐഹിക ലോക ജീവിതം അതിന്റെ പെയറിംഗ് ഫോം എന്ന നിലക്ക് പാരത്രിക ലോക ജീവിതം. ഈ വിധത്തില് എല്ലാ പ്രതിഭാസങ്ങളെയും രാവ് പകല്, അതുപോലെ വെളിച്ചം ഇരുട്ട്, അങ്ങനെ തുടങ്ങിയിട്ട് പ്രകൃതിയിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും തന്നെ ഇങ്ങനെയുള്ള ഒരു പെയറിംഗ് അടിസ്ഥാനത്തിൽ ഒരു ജോഡിയായി രൂപകൽപ്പന ചെയ്യപ്പെട്ട വിധത്തിലാണുള്ളത് എന്ന വിധത്തില് ഈ പരാമർശത്തെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് വായിക്കുന്നുണ്ട്. പണ്ഡിത ലോകം അങ്ങനെ വായിക്കുന്നുണ്ട്. അങ്ങനെ അതിന് പിൻബലമാവുന്ന വിധത്തിലുള്ള ധാരാളം കാര്യങ്ങൾ പ്രകൃതിയിൽ അനാവരണം ചെയ്യപ്പെട്ട് കാണുന്നുമുണ്ട്. അപ്പൊ ഇതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിടെ പറയുന്നത്. അതൊക്കെയും അള്ളാഹു അങ്ങനെ ഒരുക്കി വെച്ചിട്ടുള്ളത് ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ആലോചനയുള്ളവരും ബോധമുള്ളവരും ഒക്കെയായി നിങ്ങൾക്ക് നൽകപ്പെട്ട അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്നതാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന സൂചന. അതുകൊണ്ട് ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിൽ നിന്ന് കാര്യങ്ങളെ ഉൾക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഗമിച്ചുകൊള്ളുക, അള്ളാഹുവിലേക്ക് ധൃതിപ്പെടുക. ഫഫിറൂ ഇലല്ലാഹ്, എന്നിട്ട് തുടർന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന വിധത്തില് അള്ളാഹു കേൾപ്പിച്ചത് ഇന്നീലക്കും മിൻഹു നദീറും മുബീൻ, നിങ്ങളിലേക്ക് അവന്റെ അടുക്കൽ നിന്ന് ഒരു താക്കീതുകാരനായി വന്ന ആളാണ് ഞാൻ, എന്നെ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം ആരാധ്യനായി ദിവ്യത്വത്തിൽ പങ്കുള്ള മറ്റൊരുവനുണ്ട് എന്ന് സങ്കല്പിക്കാതിരിക്കുക. നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വിധത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട താക്കീതുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് സംസാരിക്കാൻ വേണ്ടി അള്ളാഹു ഇവിടെ പരോക്ഷമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ആ ആയത്തുകൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. അതിനെ തുടർന്ന് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്ന വിധത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ തുടങ്ങുന്നത്. കദാലിക കദാലിക, ഈ വിധമാണ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നിട്ട കാലത്ത് ജനതതികളുടെ ഓരോ തലമുറകളെയും അള്ളാഹു ഈ വിധത്തില് ഉത്ബോധിപ്പിക്കുന്നതിനായി ദൂതന്മാരെ അയക്കുകയുണ്ടായിട്ടുണ്ട്. ആ ദൂതന്മാര് അവരുടെ മുന്നിൽ വന്ന് അള്ളാഹു നിയോഗിച്ച, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ ദൗത്യം നിർവഹിക്കുകയും സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയും അതിന് സാക്ഷിയായിക്കൊണ്ട് നിലകൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെയും ഈ സമൂഹങ്ങൾ ചെയ്തിട്ടുള്ളതും ഇപ്പോഴെന്താണോ മക്കയിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെയൊക്കെയുള്ള കാര്യം തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു പ്രവാചകന്മാരെ താക്കീതുകാരായും സന്തോഷവാർത്ത നൽകുന്നവരായും നിയോഗിക്കുന്നു എന്ന സംഗതിയെ മുൻനിർത്തിക്കൊണ്ട് മരണശേഷം ഒരു പുനരുത്ഥാനമുണ്ട് എന്ന കാര്യം വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കിടയിൽ ദൈവിക ദൗത്യം നിർവഹിക്കുകയുണ്ടായി എല്ലാ കാലങ്ങളിലും. അപ്പോഴൊക്കെയും ആ സമൂഹം പ്രതികരിച്ചത് ഇതുപോലെയൊക്കെ തന്നെയാണ്. അവരിൽ ചിലർ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധരാവുകയും ആ പ്രവാചകനെ പിൻപറ്റുകയും ചെയ്തു. ആ പ്രവാചകനെ പിൻപറ്റുകയും അവര് സത്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാവുകയും ചെയ്യുക എന്നതാണ് ചിലരുടെ പ്രതികരണം ഉണ്ടായത്. വേറെ ചിലര് അതിന് പല ന്യായവാദങ്ങളും നടത്തി പല ആക്ഷേപങ്ങളും ഉന്നയിച്ച് ഒക്കെയുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. നേരത്തെ അവര് പ്രവാചകന്മാരെ എന്തൊക്കെയാണോ വിളിച്ചിരുന്നത്, ഏതൊക്കെ ആക്ഷേപങ്ങളാണോ പ്രവാചകന്മാരുടെ മേല് അവർ ചൊരിഞ്ഞിരുന്നത്, അതേപോലെയൊക്കെയുള്ള ആക്ഷേപം തന്നെയാണ് നിങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹുടെ സജസ്റ്റ് ചെയ്യുന്നത്. കദാലിക എന്നൊരു വാക്കില് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇവിധം തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരുന്നത്. പിന്നിട്ട കാലത്ത്
ആവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയാണ്. കദാലിക. എന്നിട്ട് ഒരു പ്രസ്താവന നടത്തുകയാണ് അല്ലാഹു. മാ അത്തല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ. പൂർവിക സമൂഹങ്ങളുടെ അടുക്കലേക്ക് ഒരു പ്രവാചകനും വരികയുണ്ടായിട്ടില്ല. മാ അത്തല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരുടെ അടുക്കലേക്ക്, ഇവർക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഭൂമിയിൽ അധിവസിച്ചിരുന്ന ആളുകളുടെ സമൂഹങ്ങളുടെ അടുക്കലേക്ക് ഒരു ദൂതനും വരികയുണ്ടായിട്ടില്ല. ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ. അങ്ങനെ കടന്നു വന്ന ദൂതന്മാരെ കുറിച്ച് ഇവര് മാന്ത്രികന്മാരാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്നൊക്കെ പറയാതെ ഒരാളും വന്നിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, തുടക്കം മുതൽ വന്ന പ്രവാചകന്മാര് അവരുടെ സമൂഹങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ആക്ഷേപം ഇങ്ങനെയാണ്. ഒന്ന്, അവര് സാഹിർ എന്ന് വിളിച്ചു, മാന്ത്രികൻ എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞാൽ ചില മന്ത്രവാദങ്ങളോ മാന്ത്രിക വിദ്യകളോ ഒക്കെ പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഉള്ള അവസ്ഥയിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഒരുവനാണ് എന്നതാണ് അവര് പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. സാഹിറാണ്. സാഹിർ എന്ന് പറഞ്ഞാൽ സിഹിർ ചെയ്യുന്നവൻ, ഏതെങ്കിലും നിലക്കുള്ള മാന്ത്രിക വിദ്യയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ മന്ത്രവാദത്തിന്റെയോ അല്ലെങ്കിൽ മാന്ത്രിക വിദ്യയുടേതോ ആയ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവര് നമ്മളെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പ്രവാചകന്മാരെ കുറിച്ച് പൂർവിക സമൂഹങ്ങളിലെ ആളുകള് ഉന്നയിച്ച ആക്ഷേപം. അതിന് കാരണം എന്താണ് എന്നുള്ളത് ആലോചിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാവും. എന്താണെന്ന് പറഞ്ഞാൽ, ഈ ആളുകൾക്ക് മറിച്ചൊരു ന്യായവും പറയാൻ കഴിയാത്ത വിധത്തിലുള്ള ഏറ്റവും ഗംഭീരമായ ഏറ്റവും അർത്ഥസമ്പുഷ്ടമായ കാര്യങ്ങളാണ് അള്ളാഹു പ്രവാചകന്മാര് മുഖേന അവരെ കേൾപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകന്മാർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെയും അവര് അത് പറയാൻ വേണ്ടി അള്ളാഹു അവർക്കായി നൽകിയിട്ടുള്ള ആ വാചകങ്ങൾ അല്ലെങ്കിൽ സൂക്തങ്ങൾ, ഈ ആയത്തുകൾ, ഇതൊക്കെ തന്നെയും അവർക്ക് അതിന് മറുപടിയൊന്നും പറയാൻ കഴിയില്ല. അതിനെ അതിജയിക്കുന്ന വിധത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കാനും അവർക്ക് സാധ്യമല്ല. അതില് അടങ്ങിയിരിക്കുന്ന ദൈവികമായ ആ രചനാ പാഠവും അതിനെയും മറികടക്കാൻ അവർക്ക് സാധ്യമല്ല. വിശുദ്ധ ഖുർആനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം അതാണ്. അറബ് ലോകത്ത് ഏറ്റവും ഉയർന്ന സാഹിത്യ നിലവാരവും കാവ്യരചന രീതിയും ഒക്കെ നിലനിന്നിരുന്ന വളരെ പ്രഗത്ഭരായ പലരും ഉണ്ടായിരുന്ന, പല കവികളും ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ഒരു കാലത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നിരക്ഷരനായി 40 വർഷം ജീവിച്ച് അവർക്കിടയിൽ സുപരിചിതനായി നിലകൊണ്ടിരുന്ന ഒരു വ്യക്തി വളരെ അപ്രതീക്ഷിതമായി അവർക്ക് ഏറെ വിസ്മയമുണ്ടാക്കുന്ന വിധത്തിലുള്ള വാക്യങ്ങൾ ഉരുവിടുകയാണ്. അവര് അന്താളിച്ചു പോവുകയാണ്. മുഹമ്മദിന് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നത്. മുഹമ്മദ് അക്ഷരം പഠിച്ചിട്ടില്ല, സംസാരത്തിൽ എന്തെങ്കിലും കാവ്യാത്മകതയുള്ള വിധത്തിൽ ഇന്ന് വരെ, നാളെ ഇതുവരെ അദ്ദേഹം സംസാരിക്കുകയോ പാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അങ്ങനെ ഒരു മനുഷ്യനാണോ ഞങ്ങൾക്കൊന്നും സാധിക്കാത്ത വിധത്തിലുള്ള കാവ്യാത്മകതയുടെ ഏറ്റവും വലിയ ഔന്നത്യം പ്രകടമാക്കുന്ന വാക്കുകൾ ഉരുവിട്ട് അല്ലെങ്കിൽ വരികൾ ചൊല്ലി ഞങ്ങളെ കേൾപ്പിക്കുന്നത്? അപ്പൊ ഇവന് എന്തോ ഒരു ആഭിചാര പ്രവൃത്തി ചെയ്യുന്ന ആള് തന്നെയാണ്. ഇവന്റെ ഈ മാസ്മരികമായ ഈ വാചക ശേഷി അല്ലെങ്കിൽ വാക്ചാതുര്യമൊക്കെ ഉപയോഗപ്പെടുത്തി ഞങ്ങളെ വശീകരിച്ച് വേറൊരു വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് അവർ ആക്ഷേപം ഉന്നയിച്ചിരുന്നത്. എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ആക്ഷേപം കേട്ടിട്ടുണ്ട് തങ്ങളുടെ സമൂഹങ്ങളിൽ നിന്ന്. ഇനി അതല്ലെങ്കിൽ അത് വിലപ്പോകുന്നില്ല എന്ന് കണ്ടാൽ, കാരണം ഇവർ ഉന്നയിക്കുന്ന വാദം വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ അതുപോലെ പൂർവിക വേദങ്ങളുടെ ആയാത്തുകളെ കുറിച്ചാണല്ലോ. അത് സിഹിറാണ് എന്ന് പറഞ്ഞാൽ, പക്ഷെ അതിന്റെ ലോജിക്കൽ ഗ്രൗണ്ട്, അതില് ആ ഓരോ വാക്യത്തിലും അടങ്ങിയിരിക്കുന്ന അതിന്റെ ദർശനം എത്ര കൃത്യതയുള്ളതും എത്ര യുക്തിഭദ്രവുമാണ് എന്നത് മനസ്സിലാവുമ്പോ, അത് വെളിപ്പെടുമ്പോ അവർക്ക് സാഹിറാണെന്ന്
വളരെ കൂടുതലൊന്നും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവര് വൈകാതെ തന്നെ ഇയാള് ഭ്രാന്തനാണെന്നൊക്കെ പറഞ്ഞു നോക്കേണ്ടി വരികയാണ്. അപ്പൊ ഈ വിധത്തിലാണ് പൂർവിക പ്രവാചകന്മാരോട് അവരുടെ സമൂഹങ്ങൾ പ്രതികരിക്കുകയുണ്ടായത്. സാഹിറുൻ ഔ മജ്നൂൻ എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത വിധത്തിൽ ഇവർക്ക് മുമ്പ് ഒരു സമൂഹത്തിലേക്കും ഒരു പ്രവാചകനും കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. കദാലിക, ഇങ്ങനെ തന്നെയാണ് നേരത്തെയൊക്കെ ഉണ്ടായിട്ടുള്ളത്. മാ അതല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പ് വരികയുണ്ടായിട്ടില്ല, മിർ റസൂലിൻ, ഒരു ദൂതനും ഒരു റസൂലും അവർ ഒരു സമൂഹത്തിലേക്കും വരികയുണ്ടായിട്ടില്ല. ഇല്ലാ ഖാലു, ആ സമൂഹങ്ങൾ, ആ നാട്ടിലെ ആളുകള് ഇങ്ങനെ പറയാതെ, സാഹിറുൻ, ഇയാൾ ആഭിചാരകനാണ്, മാന്ത്രിക വിദ്യ പയറ്റുന്ന ആളാണ് എന്നൊന്നും പറയാതെ, ഔ മജ്നൂൻ, അല്ലെങ്കിൽ ഇയാൾക്ക് വട്ടാണ്, ഇയാള് ഭ്രാന്തനാണ് എന്നൊന്നും ആക്ഷേപം ഉന്നയിക്കാതെ. കാരണം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് സമൂഹം ഏതൊരു ദിശയിലാണോ സഞ്ചരിച്ചിരുന്നത് അതിന്റെ നേരെ വിപരീത ദിശയിലേക്ക് ഒരു യൂ ടേൺ എടുത്ത് സഞ്ചരിക്കാൻ വേണ്ടിയാണ് ദൂതന്മാർ അവരോട് പറയുകയുണ്ടായത്. അവര് സകല ദേവതകളെയും ദേവന്മാരെയും ധ്യാനിച്ച് ഉപാസിച്ച് കഴിഞ്ഞിരുന്ന ആളുകളായിരുന്നെങ്കിൽ അവയൊക്കെ കൈവെടിഞ്ഞ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബിലേക്ക് മടങ്ങണം എന്നാണ് ദൂതൻ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ഇയാൾക്ക് ഭ്രാന്താണെന്ന് തന്നെയാണ് പറയുക. കാരണം സമൂഹത്തിന് ശീലിച്ചു വന്ന അവര് പിന്തുടർന്നു വരുന്ന വഴി അത് പൂർണ്ണമായും അബദ്ധമാണ്, അത് പാടെ കൈവെടിഞ്ഞ് മറ്റൊരു ദിശയിലേക്കാണ് സഞ്ചരിക്കേണ്ടത് എന്നത് കേൾക്കേണ്ടി വരുമ്പോ മനുഷ്യന്റെ പ്രതികരണം സ്വാഭാവികമായിട്ടും അതിനെ തള്ളിക്കളയുക എന്നതായിരിക്കും. അപ്പൊ അതിന് അവർ കണ്ടെത്തുന്ന ഒരു ന്യായം, ഇവൻ എന്തൊക്കെ കിറുക്കാണ് പറയുന്നത്, ഇവൻ എന്തൊക്കെ വട്ടാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെയുള്ള നിലക്കാണ് അവർ സംസാരിക്കുക. അപ്പൊ സാഹിറാണ് എന്നത് ആളുകൾ അദ്ദേഹത്തിലേക്ക് ആകൃഷ്ടനാകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ്. ഇയാള് മാന്ത്രിക വിദ്യ അല്ലെങ്കിൽ ആഭിചാരക്രിയ നടത്തുന്ന ആളാണ്, ഇയാളുടെ സംസാരത്തിന്റെ ഈ വൈഭവം തന്നെ മാന്ത്രിക വിദ്യയുടെ ഫലമാണ്, സിഹിറാണ് എന്നൊക്കെയാണ് അവർ പറയുക. രണ്ടാമത്തെ ഒരു സംഗതി, ഈ പറയുന്ന കാര്യത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രതികരിക്കുന്നത്, ഇവനിപ്പോ എന്താ ഈ പറയുന്നത്, തനി ഭ്രാന്തല്ലേ, നമ്മളിപ്പോ ഒരു വഴിക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് അത് പൂർണ്ണമായും കൈയൊഴിഞ്ഞ് മറ്റൊരു ദിശയിലേക്ക് തിരിയണം എന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ, ഇത് തനി ഭ്രാന്തല്ലേ പറയുന്നത് എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങള് കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത, അധിക്ഷേപങ്ങളായിട്ട് ചൊരിയപ്പെടാത്ത വിധത്തില് ഒരു പ്രവാചകനും ഒരു സമൂഹത്തിലേക്കും ഇവർക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് മുമ്പും ഉണ്ടായിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. കദാലിക, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു മുമ്പും ഉണ്ടായിട്ടുള്ളത്. പ്രവാചകന്മാർ വന്ന് സത്യം ഉദ്ഘോഷിക്കും, അതിന് പിൻബലമായുള്ള തെളിവുകൾ മുന്നോട്ട് വയ്ക്കും, അതുപോലെ വിശ്വാസപരമായ അടിത്തറകൾ വ്യക്തമാക്കിക്കൊണ്ട് സംസാരിക്കും. പക്ഷെ സമൂഹം അദ്ദേഹത്തെ തള്ളിക്കളയും, അദ്ദേഹത്തെ സാഹിറാണെന്ന് വിളിക്കും, അല്ലെങ്കിൽ ഭ്രാന്തനാണെന്ന് പറയും. ഇതൊക്കെയാണ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുക, അതവാസൗബി വൽഹും ഖൗമുൻ താഗൂൻ എന്നാണ് പറയുന്നത്. അതവാസൗബി, ഇക്കാര്യം ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ച് ഒരേപോലെ ആക്കിയതാണോ എന്നാണ് ചോദ്യം. ഇതെങ്ങനെ ഇപ്പൊ പഴയ കാലത്ത് ഇപ്പോ ആദ്യമായിട്ട് സമൂഹത്തിലേക്ക് ദൈവിക സന്ദേശവുമായിട്ട് വന്ന ആദ്യത്തെ മനുഷ്യനെ തന്നെ നമുക്ക് അങ്ങനെ കരുതാം, അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ഇനി അതല്ലെങ്കിൽ വ്യത്യസ്തമായ വിധത്തിൽ ഒരു ദൗത്യം നിർവഹിക്കുന്ന ഒരു ചുമതലയുമായി വന്ന നൂഹ് അലൈഹിസ്സലാമിന്റെ കാര്യമെടുക്കാം. ആ കാലം തൊട്ട് ഇന്ന് വരെ ആളുകൾ ഇങ്ങനെയൊക്കെ ഒരുപോലെ പ്രതികരിക്കുന്നതിന്റെ കാരണം എന്താ? കഴിഞ്ഞ കൂട്ടര്, പിന്നിട്ട കൂട്ടര്, ഇപ്പോ വന്ന കൂട്ടരോട് ഇതൊക്കെ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഇതാ ശ്രദ്ധിച്ചോളണം, ഒരു പിരാന്തനുണ്ട്, ഒരു സാഹിറുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിലൊക്കെ വരാനിടയുണ്ട്, അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും വന്നിട്ട്, അപ്പോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചാൽ മതി എന്ന വിധത്തില് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നോ
അല്ലെങ്കിൽ പരസ്പരം ഉപദേശിക്കുകയായിരുന്നോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എങ്ങനെ ഇപ്പൊ ഇവരൊക്കെ ഒരുപോലെയായി ചിന്തിക്കാൻ തുടങ്ങിയത്? പൂർവിക സമൂഹങ്ങൾ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഇപ്പോ ഇതാ മക്കയിലെ ഖുറൈശികളും അങ്ങനെ തന്നെ ചെയ്യുന്നു. എന്താ ഇപ്പൊ ഇവര് തമ്മിലൊരു നെക്സസ് എങ്ങനെയാണ് ഉണ്ടായത്? ഇവര് തമ്മിലൊരു നെറ്റ്വർക്ക് ഉണ്ടോ? പരസ്പരം ആശയങ്ങൾ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ട് അത് പങ്കുവെക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന തവാസൗബി, തവാസ എന്ന് പറഞ്ഞാൽ പരസ്പരം ഉപദേശിക്കുക എന്നാണ്. നമ്മളത് മറ്റൊരു സൂറത്തുൽ അസറിൽ കാണുകയുണ്ടായിട്ടുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അവിടെ നമ്മൾ ആ പ്രയോഗം കാണുന്നു. വതവാസൗ, പരസ്പരം ഉപദേശിക്കുക എന്നുള്ളതാണ്, പരസ്പരം വസിയത്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് കൊടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ പരസ്പരം ഉപദേശിക്കുകയും പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ബുദ്ധി ഉപദേശിക്കുകയുമായിരുന്നോ എന്നതാണ് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം. തവാസൗബി, ഇവരെല്ലാവരും ഓരോ ദൂതൻ കടന്നു വന്നപ്പോഴും അവരൊക്കെയും ഇങ്ങനെ പ്രതികരിച്ചതിന്റെ കാരണം എന്താണത്? തവാസൗബി, അവര് പരസ്പരം ഉപദേശിക്കുകയായിരുന്നു. ബൽഹും ഖൗമുൻ ത്വാഗൂൻ, എന്നിട്ട് അള്ളാഹു ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. അങ്ങനെയല്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചതൊന്നുമല്ല. ഇത് ഒരുപോലെയായി മാറിയതിന്റെ കാരണം രണ്ടു കൂട്ടർക്കും ഉണ്ടായിരുന്നത് തുകയാൻ എന്ന ഗുണമായിരുന്നു എന്നതാണ്. രണ്ടു കൂട്ടരും താകൂത്തുകളായിരുന്നു, രണ്ടു കൂട്ടരും തുകയാനാണ് ചെയ്തത്. ദൈവധിക്കാരം എന്ന് പറയാം തുകയാൻ എന്ന്. അപ്പോ അതാണ് കാരണം. പൂർവിക സമൂഹങ്ങൾ ഇപ്പോ മക്കയിലെ ആളുകളെ പോലെ തന്നെ തുകയാൻ കാണിച്ച ആളുകളാണ്, ദൈവധിക്കാരം കാണിച്ചുകൊണ്ടിരുന്ന, അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അതാണ് ബൽഹും ഖൗമുൻ താഗൂൻ, ഇവരൊക്കെയും തന്നെ താഗൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സമൂഹമാണ്, അല്ലെങ്കിൽ ജനതയാണ്. താഗൂൻ എന്ന് പറഞ്ഞാൽ തുകയാൻ കാണിക്കുന്നവർ, ധിക്കാരികളായ ജനത. അപ്പൊ ധിക്കാരപരമായ ആ നിലപാടുള്ള എല്ലാവരിൽ നിന്നും ഇതേ പ്രതികരണമാണ് ഉണ്ടാവുക എന്നർത്ഥം. അപ്പൊ ധിക്കാരം ഒന്നാമതായിട്ട് അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചത് പിശാചാണ്, ശൈത്താനാണ്, ഇബ്ലീസാണ്. ആ അതേ പ്രതികരണം ആണ് ഇവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. ധിക്കാരം ഉള്ള തുകയാൻ എന്നൊരു സംഗതി അള്ളാഹുവിന് വിധേയപ്പെട്ട് അവനെ ഉൾക്കൊണ്ട് അവന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന നിലപാടല്ല, മറിച്ച് അവനെ അംഗീകരിക്കാത്ത, ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്ത, അവനോട് ഒരു ഒരു എതിർത്ത് നിൽക്കുന്ന ഒരു പ്രകൃതം കാണിക്കുക. അങ്ങനെയുള്ള നിലപാടുള്ള ആളുകളൊക്കെയും തന്നെ ഇതേ രീതിയിൽ പ്രതികരിക്കുകയുള്ളൂ. പ്രവാചകൻ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അവരാദ്യം ഇവനിപ്പോ നമ്മളെ ചെറുപ്പക്കാരൊക്കെ വശീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആഭിചാരകനാണ് എന്ന് പറയും. മൂസ അലൈഹി ഇസ്ലാമിനോട് ഇങ്ങനെ സമൂഹം പറഞ്ഞ് നമ്മള് പിന്നിട്ട സൂറത്തുകളിൽ ധാരാളം കാണുകയുണ്ടായിട്ടുണ്ട്. അപ്പോ സാഹിറാണെന്ന് പറയും. ഇനി അതുകൊണ്ടൊന്നും അതൊന്നും വിലപ്പോകുന്നില്ല എന്ന് കാണുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ അവര് ഇയാൾക്ക് ഭ്രാന്താണെന്ന് പറയും. കാരണം പറയുന്ന സംഗതി നടപ്പിലാക്കാൻ പറ്റുന്നതല്ല എന്ന ഒരു ന്യായമാണ് അതിനെ അവർ കാണുന്നത്. അപ്പൊ നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ആശയം ഒരാൾ പറഞ്ഞാല് അത് ഗംഭീരം ആശയമാണെങ്കിലും അത് പറയുന്ന ആളെ നമ്മൾ ഭ്രാന്താണെന്ന് പറയും. എനിക്ക് ഭ്രാന്താണിപ്പോ എന്ന് പറയും. കാരണം എന്താ, പറയുന്ന സംഗതി നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളൊരു തോന്നലാണ്, അല്ലെങ്കിൽ അതിന് ഞങ്ങൾ സന്നദ്ധരല്ല എന്നതാണ് കാര്യം. അപ്പൊ പിന്നെ ആശയം മുന്നോട്ട് വെക്കുന്ന ആളെ ഭ്രാന്തൻ എന്ന് വിളിക്കുകയാണ് എളുപ്പം. അതാണ് അവർ ചെയ്തത്. അപ്പോ ഇവരെന്താ പരസ്പരം ഒരു നെക്സസ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടോ എന്ന ഒരു ചോദ്യം. തവാസൗബി, ഇവര് പരസ്പരം ഈ വിധത്തിൽ ഉപദേശിക്കുകയായിരുന്നോ? അങ്ങനെയൊക്കെ പറഞ്ഞോളാൻ ഒരു പ്രവാചകൻ വന്നു, അയാൾ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നു. പിന്നെ അടുത്ത പ്രവാചകൻ വരുമ്പോഴും അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോ അപ്പൊ ആദ്യത്തെ കൂട്ടര് ഇവരോട് പറഞ്ഞു ഉപദേശിച്ച് റെഡിയാക്കി എടുക്കുകയായിരുന്നോ ഈ വിധത്തിൽ തന്നെ പ്രതികരിക്കാൻ? തവാസൗബി എന്നാണ് ചോദ്യം. എന്നിട്ട് അള്ളാഹുവിന് ഉത്തരം നൽകുകയാണ്, അല്ല, ബൽ, അവര് തമ്മിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കൂല.
അവര് പല വ്യത്യസ്ത തലമുറകളാണ്. അതൊന്നുമല്ല കാര്യം. അതിന്റെ കാര്യം ഇതാണ്: ഹും ഖൗമുൻ താഗൂൻ. ഇവര് എല്ലാവരും തന്നെ ധിക്കാരികളായ, വിധേയപ്പെടാൻ കൂട്ടാക്കാത്ത, അക്രമവാസന കാണിക്കുന്ന കൂട്ടരാണ്. താഗൂൻ എന്ന പ്രത്യേകത കാണിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഖൗമുൻ താഗൂൻ, തുഗയാനാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ട് ഫതവല്ല അൻഹും, പ്രവാചകരെ അവരെ അങ്ങ് വിട്ടേച്ച് തിരിഞ്ഞു പോരെ. ഫമാ അൻത ബിമലൂം, അതിന്റെ പേരിലൊന്നും താങ്കൾ ഒരു ആക്ഷേപത്തിനും വിധേയനാവുകയില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അവരോട് സംഗതി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ, പറയുന്നതിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലല്ലോ, ആശയ വ്യക്തതയോടുകൂടി സംഗതികൾ പങ്കുവച്ചിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ മതിയാക്കി കളയും. ഫതവല്ലാൻ, അവര് അങ്ങ് തിരിഞ്ഞുകളെ എന്ന് പറഞ്ഞാൽ ഈ ധിക്കാരപരമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന, സാഹിർ എന്ന് വിളിക്കുന്ന, അതുപോലെ മജ്നൂൻ എന്ന് വിളിക്കുന്ന, ഇത് ഉൾക്കൊള്ളാനോ ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി വിലയിരുത്താനോ കൂട്ടാക്കാത്ത ആളുകളെ പുറകെ അങ്ങനെ നടന്ന് അവരുടെ പുറകെ അങ്ങനെ കൂടണമെന്നില്ല. അതിന് പകരം കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് തീരുമാനിക്കട്ടെ, അവരെ വിട്ടേക്ക്. അതാണ് പറയുന്നത്. അപ്പോ ഫതവല്ല അൻഹും ഫമാ അൻത ബിമലൂം, എന്നിട്ട് അള്ളാഹു പറയാണ് ഫമാ അൻത ബിമലൂം, താങ്കള് ഒരു ലൗമത്തിനും അർഹതയുള്ളവനല്ല. ലൗമത്ത് എന്ന് പറഞ്ഞാൽ ആക്ഷേപം ഉന്നയിക്കുക, അല്ലെങ്കിൽ കുറ്റാരോപണം നടത്തുക. എന്തെങ്കിലും ഒരു ആരോപണം താങ്കളുടെ മേൽ ഉന്നയിക്കാൻ, എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കാൻ അർഹതയുള്ളവനല്ല താങ്കൾ എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ താങ്കൾ അതിന്റെ പേരിൽ കുറ്റക്കാരനല്ല. പറയേണ്ട കാര്യം അവരോട് വേണ്ട വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞു എന്നതിനാൽ, കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു എന്നതിനാൽ തന്നെ താങ്കള് ഫമാ അൻത ബിമലൂം, മലൂമല്ല, യാതൊരു ആക്ഷേപത്തിനും വിധേയനാകേണ്ടവനല്ല. ഇതിന്റെ പേരിൽ യാതൊരു കുറ്റവും താങ്കൾക്കില്ല എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അള്ളാഹു ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ അവരെ കേൾപ്പിച്ചു. അതിന്റെ യുക്തിതലങ്ങളൊക്കെ ബോധ്യപ്പെടുന്ന വിധത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. കാര്യങ്ങളൊക്കെ വ്യക്തതയുള്ള വിധത്തിൽ അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇനി അവര് തീരുമാനിക്കട്ടെ, അവരുടെ പിന്നാലെ കൂടണം എന്നില്ല. അവര് സാഹിറെന്നോ മജ്നൂനെന്നോ എന്തൊക്കെയാണ് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ വിളിക്കട്ടെ. അപ്പോ അവരോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക്, കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ട സ്ഥിതിക്ക് താങ്കൾ ഫമാ അൻത ബിമലൂം, യാതൊരു വിധത്തിലും അള്ളാഹുവിന്റെ വിലയിരുത്തലിൽ ആക്ഷേപാർഹനല്ല. ചുമതല നിർവഹിച്ച ആള് തന്നെയാണ്. താങ്കൾക്കെതിരിൽ യാതൊരു ആക്ഷേപവും ഇല്ല. ദൗത്യം നിർവഹിച്ചു എന്ന കാര്യം അള്ളാഹു അംഗീകരിക്കുകയാണ്. പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൂടി ഉള്ളതാണ് അള്ളാഹു ഈ ആയത്തുകളിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഈ ദൈവിക സന്ദേശത്തെ പ്രയോജനപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. എല്ലാവരും അതിന്റെ ഗുണം നേടുന്നവരോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരോ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു പ്രവാചകൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനം നിർവഹിക്കുന്ന ഒരാള് എന്ന നിലക്ക് എല്ലാവരിലേക്കും ഈ ആശയം വ്യക്തതയോടുകൂടി എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം അതിനോട് എതിർപ്പ് കാണിക്കുന്ന വിധത്തിലുള്ളതായാലും അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയതായാലും അത് ഈ പ്രബോധന ദൗത്യം നിർവഹിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അനന്തരഫലം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. താങ്കൾ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു, ഇനി അവര് തീരുമാനിക്കട്ടെ, അത് മതി. അവരെ കാര്യങ്ങൾ കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഫതവല്ല അൻഹും, അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയും. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അദ്ദേഹത്തിന് ശബ്ദം കേൾപ്പിക്കാൻ കഴിഞ്ഞിരുന്ന എല്ലാ ആളുകൾക്കിടയിലും ഈ ദൈവിക സന്ദേശം എത്തിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ ആരുടെയും പുറകെ അങ്ങ് ചടഞ്ഞു കൂടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ പുറകെ ശല്യം ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട്
അവരെ വിടാതെ പിടികൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തിന് ഇവിടെ തിരുത്തുകയായിരുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഇത് പൊതുവായിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നീട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയത്നിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെയും കാര്യത്തിൽ അവർക്ക് മാർഗദർശകമായിട്ടൊരു കാര്യം പറഞ്ഞു വെക്കുക മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനും ഈ തത്വം അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് തുടക്കം മുതൽ. ആളുകള് ധിക്കരിക്കുകയും തിരസ്കരിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേദന അനുഭവിക്കാറുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ആരുടെയും പുറകെ അങ്ങ് ചടഞ്ഞുകൂടുന്ന ആ സത്യമാർഗം സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവരെ നിർബന്ധമായി അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം അവരുടെ പുറകെ പോവുക എന്നുള്ള ഒരു പരിപാടി അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതല്ല ചെയ്യേണ്ടതും. ഇതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഫതവല്ല അൻഹും, കാര്യങ്ങളൊക്കെ പറഞ്ഞു വ്യക്തമായല്ലോ. അതുകൊണ്ടാണ് അവര് സാഹിർ എന്ന് ആക്ഷേപിച്ചത്, അതുകൊണ്ടാണ് അവര് മജ്നൂൻ എന്ന് ആക്ഷേപിച്ചത്. അത്ര മതി. ഫതവല്ല അൻഹും, അവരിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞേക്കുക. ഫമാ അൻത ബിമലൂം, അതുകൊണ്ട് ദൈവിക ദൗത്യം നിർവഹിക്കാത്തവൻ എന്ന ആക്ഷേപമൊന്നും താങ്കൾക്കെതിരിൽ ആരും ഉന്നയിക്കാൻ പോകുന്നില്ല. അള്ളാഹുവും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുകയില്ല. താങ്കൾ കുറ്റാരോപിതനല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ആരോപണത്തിന് അർഹനായ, അള്ളാഹുവിന്റെ ആക്ഷേപവും പഴിയും കേൾക്കേണ്ടി വരുന്നവനല്ല, ദൗത്യം നിർവഹിച്ചവൻ തന്നെയാണ്. ഫമാ അൻത ബിമലൂം. എന്നിട്ട് അള്ളാഹു തുറന്നു പറയുകയാണ്, വദക്കിർ, ഉത്ബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുക. വദക്കിർ, അവരെ ഓർമ്മപ്പെടുത്തുക, ഉത്ബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഫൈന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, കാരണം എന്താ, ഈ ഏർപ്പാട് അവസാനിപ്പിക്കാനായിട്ടില്ല. അവരോട് പറയണത് നിർത്താന്നേ ഉള്ളൂ. ഈ സാഹിർ എന്നും അതുപോലെ മജ്നൂൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യ നിർവഹണത്തെ വളരെ നിസ്സാരമാക്കി കളഞ്ഞ ആളുകളുണ്ടല്ലോ, അവരുടെ പുറകെ അങ്ങനെ പോകണമെന്നില്ല. എന്നാൽ അള്ളാഹു പറയുന്നത് വദക്കിർ, താങ്കൾ ദൗത്യ നിർവഹണം തുടരണം, ഉത്ബോധനം തുടർന്നുകൊണ്ടേയിരിക്കണം. ഓർമ്മപ്പെടുത്തലാണല്ലോ ഇത്, ആ പ്രക്രിയ നടക്കണം. ഇന്ന ദിക്റ, കാരണം എന്താണ്, നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തൽ, ഉത്ബോധനം നടത്തൽ തൻഫഉൽ മുഅ്മിനീൻ, വിശ്വാസ സന്നദ്ധതയുള്ള ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. ആളുകളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ഉണ്ട് എന്ന് കാണാൻ കഴിയും. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ഇന്നഹും ഖൗമുൻ താഗൂൻ, ധിക്കാര മനസ്ഥിതിയുള്ള ആളുകൾ, അതാണ് ഒരു കൂട്ടര്. രണ്ടാമത്തെ കൂട്ടർ ഈമാനിന് സന്നദ്ധത ഉള്ള ആളുകൾ. അവര് തേടി നടക്കുകയാണ് സത്യം എന്താണ്, എന്തിനുള്ളതാണ് മനുഷ്യ ജീവിതം, എന്താണ് ഈ ജീവിതത്തിന്റെ പുറകിലുള്ള രഹസ്യങ്ങള്, ജീവിത യാഥാർത്ഥ്യം എന്താണ്, ജീവിതത്തിന് അന്ത്യം കുറിക്കുന്ന മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഉണ്ടാവുക, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് അന്വേഷിച്ച് നടക്കുന്ന, സത്യം തേടുന്ന ആളുകളുണ്ട്. അവരുടെ പേരാണ് മുഅ്മിനുകൾ എന്ന്. അപ്പോ അവർക്കിത് പ്രയോജനം ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ, അദ്ദേഹം പ്രബോധന ദൗത്യം നിർവഹിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, പ്രവാചകനായി ചുമതലപ്പെടുത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ മക്കയില് അങ്ങനെ സത്യാന്വേഷികളായിട്ട് പലയിടങ്ങളിലേക്കും യാത്ര ചെയ്ത് അറിവുള്ള ആളുകളിൽ നിന്ന് അവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കാനൊക്കെ സന്നദ്ധരായിക്കൊണ്ട് പുറപ്പെട്ട പലരും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ പോലും. അപ്പോ ജീവിതം എന്തെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങളെ തേടി നടക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് തൻഫഉൽ മുഅ്മിനീൻ എന്നാണ് ഇവിടെ പറയുന്നത്. വദക്കിർ, താങ്കൾ ഉത്ബോധനം നിർവഹിച്ചുകൊണ്ടേയിരിക്കുക, ഓർമ്മപ്പെടുത്തുക. ഫൈന്ന ദിക്റ, നിശ്ചയമായിട്ടും അങ്ങനെ ഓർമ്മപ്പെടുത്താനുള്ള ഇത്തരം പ്രയത്നങ്ങൾ, ഉത്ബോധന പ്രവർത്തനങ്ങൾ, അതൊക്കെയും തന്നെ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് പ്രയോജനം നൽകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മുഅ്മിനുകൾക്ക് പ്രയോജനം നൽകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസ മാർഗത്തിലേക്ക് പ്രവേശിച്ച ആളുകൾക്ക് ഏതായാലും ഈ ഉത്ബോധനം പ്രയോജനം ചെയ്യും. ഖുർആനില് വിശ്വാസ മാർഗത്തിലേക്ക് വരുന്ന കാര്യം മാത്രമല്ലല്ലോ പറയുന്നത്,
വിശ്വാസമാർഗത്തിലേക്ക് വന്ന ആളുകൾ എങ്ങനെ ജീവിക്കണം എന്നതുകൂടി ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസമാർഗത്തിലേക്ക് വന്ന ആളുകൾക്കും ഇത് പ്രയോജനം ചെയ്യും. അതിന് സന്നദ്ധതയുള്ള മനസ്സുമായി സത്യം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവർക്കും ഇത് പ്രയോജനം ചെയ്യും. ഇത് പക്ഷേ ആയിരക്കണക്കിന് ആളുകളിൽ രണ്ടോ മൂന്നോ ആളുകളൊക്കെ ആയിട്ടായിരിക്കും അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവുക. അപ്പൊ അവരെ എങ്ങനെ കണ്ടെത്തും? അവരോട് മാത്രമായിട്ട് പോയി പറയാൻ കഴിയും? അങ്ങനെയല്ല. അത് നമുക്ക് അള്ളാഹു വെളിപ്പെടുത്തി തന്നിട്ടില്ല. ആരാണ് വിശ്വാസ സന്നദ്ധതയുള്ളവർ, ആരാണ് തുകയാന്റെ വഴി പിന്തുടരുന്നവർ എന്നത് അള്ളാഹു വ്യക്തമാക്കി തന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവരോടും പറയണം, എല്ലാവരിലേക്കും എത്തിക്കണം, എല്ലാവരെയും കേൾപ്പിക്കണം. അപ്പോഴാണ് ഒരു ഫുർഖാൻ സംഭവിക്കുക. സത്യവും അസത്യവും അങ്ങനെ വേർതിരിയുന്ന, സത്യത്തിന്റെ പക്ഷത്ത് കുറെ ആളുകളും അസത്യത്തിന്റെ പക്ഷത്തേക്ക് വേറെയുള്ള ആളുകളും അങ്ങനെ ചേരി തിരിഞ്ഞ് നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിന് മുഴുവൻ മനുഷ്യരുടെയും അടുക്കലേക്ക് ഈ സന്ദേശം എത്തിക്കണം. ഒരാളുടെ അടുക്കല് 1000 വട്ടം ചെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് ഒന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ബാക്കി അവർ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. അവര് ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു തുടങ്ങിയാൽ പിന്നെ അവരോട് അത് പറഞ്ഞ് അവിടെ തന്നെ ചടഞ്ഞു കൂടേണ്ട കാര്യമില്ല. അവരെ അങ്ങ് വിട്ടേക്കുക. എന്നിട്ട് അത് ആർക്കാണോ പ്രയോജനം ചെയ്യാൻ ഇടയുള്ളത് എന്ന ഒരു അന്വേഷണത്തോടെ അത് തുടർന്നുകൊണ്ടിരിക്കുക. ആ ദൗത്യ നിർവഹണം തുടർന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അത് വിശ്വാസ സന്നദ്ധതയുള്ള ആളുകൾക്കും വിശ്വാസമാർഗം സ്വീകരിച്ച ആളുകൾക്കും ഒക്കെ അത് പ്രയോജനം ചെയ്യും. ഇതാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടാമത്തെ ഒരു പ്രബോധന ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തത്വം അള്ളാഹുവിടെ പഠിപ്പിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട ആക്ഷേപങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തില് സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ മറ്റൊരു തത്വമാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. അതായത് നിരന്തരമായി ഈ ദൗത്യം നിർവഹിക്കുന്ന പ്രയത്നത്തിൽ ഏർപ്പെടണം. കാരണം എല്ലാ മനുഷ്യരുടെ ഇടയിലും വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ളവരും ഉണ്ടാകും, ധിക്കാര മനസ്ഥിതി കൊണ്ട് നടക്കുന്നവരും ഉണ്ടാവും. അതാരാണ് എന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരിലേക്കും കാര്യങ്ങൾ എത്തിക്കുന്ന വിധത്തില് വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തുക, ഉത്ബോധനം ചെയ്യുക. തീർച്ചയായിട്ടും ഇത്തരം ഉത്ബോധന പ്രയത്നങ്ങൾ വിശ്വാസ സന്നദ്ധതയുള്ളവർക്കും വിശ്വാസം ഉൾക്കൊണ്ടവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തു ദാരിയാത്തിലെ 52 മുതൽ 55 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു സെഷനോടുകൂടി ഈ സൂറത്തിന്റെ പഠനം നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു എന്ന് വരും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.